ഇടപെടുകയാണ്. ശ്രീത് പണിക്കർ, ഇത് ഉദ്യോഗസ്ഥരുടെ പിടി കൂടുതൽ കർശനമായിട്ട് ഇത്തരം സംഘടനകളുടെ മേൽ വീഴും. ഇതൊരു ആശങ്കയാണ്. ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന ആശങ്ക ഈ പറയുന്ന പോലെ മതപരിവർത്തന ശ്രമം എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ പണം ഉപയോഗിച്ച്, വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഈ മതപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, ജീവകാരുണ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ഈ മതപരിവർത്തന ശ്രമം എന്നുള്ള വാക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ആരോപിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവയുടെ ലൈസൻസ് റദ്ദാക്കാം, പിഴ ചുമത്താം, പിന്നെ ഫണ്ട് വിദേശത്ത് നിന്ന് വരുന്നത് തടയാം, നിയമ നടപടികളിലേക്ക് കടക്കാം. ഇതാണ് സഭകളുടെ ആശങ്ക. ഇത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ഈ ബില്ല് കൊണ്ടുവന്നത്, FCRA നിയമ ഭേദഗതി എന്നുള്ള കാര്യത്തിന് വേണ്ടി. പക്ഷേ അതന്ന് പ്രതിഷേധം കാരണം നടന്നില്ല. ഇപ്പോൾ അതിൽ ഈ ചട്ടങ്ങൾ പുതുക്കി നിശ്ചയിക്കുന്നത് വഴി അതേ കാര്യത്തിലേക്ക് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാർ വരുന്നത്. അതാണ് സഭ ആശങ്കപ്പെടുന്നത്. ശ്രീ മഞ്ജുഷ്, ആ ബില്ലിന് തുല്യമായിട്ടല്ല ഇപ്പോഴത്തെ ഈ റൂൾസ് വന്നിരിക്കുന്നത്. കാരണം അതിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നേരത്തെ പഴയ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ പെൻഡിങ് ആയിട്ടുള്ള ബില്ലിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതിനൊരു അതോറിറ്റിയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അതൊന്നും ഇവിടെ തൽക്കാലമില്ല. അപ്പോൾ അതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നം. നോക്കൂ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം, മതപരിവർത്തനത്തിനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള ഒരു ആരോപണത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആരെയെങ്കിലും നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വിദേശ ഫണ്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നുവെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയണമായിരുന്നു. പക്ഷെ ചിലർക്ക് മാത്രം കൺസേൺ, ചിലർക്ക് കൺസേൺ ഇല്ല. ഇനി പറയുന്ന ആൾക്കാർക്ക് തന്നെ ഇതല്ല അവർ പറയുന്ന കൺസേൺ. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ചർച്ചയിൽ ഒപ്പമുള്ള ശ്രീ സാജു ജേക്കബ്, അഭിഭാഷകൻ, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അതില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, സ്വതന്ത്ര അവകാശവും സ്വയംഭരണ അവകാശവും നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏത് സ്വതന്ത്ര അവകാശമാണ് നഷ്ടപ്പെടുന്നത്? ഏത് സ്വയംഭരണ അവകാശമാണ് നഷ്ടപ്പെടുന്നത്? ഒന്നും നഷ്ടപ്പെടുന്നില്ല. അബ്സല്യൂട്ട് റൈറ്റ് ഒന്നുമല്ല FCRA എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നതിന് ശേഷം ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം എന്ന രീതിയിലത്തേക്കുള്ള അബ്സല്യൂട്ട് റൈറ്റ് അതിനില്ല. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഒരു തരത്തിലുള്ള സ്വതന്ത്ര അവകാശമോ സ്വയംഭരണ അവകാശമോ ഇതിൽ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ്. രണ്ട്, ഒരു സംസ്ഥാനത്തുള്ള പ്രവർത്തനത്തിനെ മറ്റൊരു സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചാൽ അത് കേന്ദ്രത്തിനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അറിയിച്ചാൽ എന്താ പ്രശ്നം? അറിയിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ ഇവിടെ NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്, FCRA കിട്ടുന്ന ഓർഗനൈസേഷൻസും കിട്ടാത്ത ഓർഗനൈസേഷൻസും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ ഒന്നാണത്. ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്, നാളെ കർണാടകയിൽ കൂടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പുതുച്ചേരിയിൽ കൂടി പ്രവർത്തിക്കണം. അത് ഫോർമലായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതുകൊണ്ട്